ഏറെ വ്യാപകമായി ഉപയോഗിക്കുന്നതും വില നിയന്ത്രണത്തിലുള്ളതുമായ 384 മരുന്നിനങ്ങൾക്ക് ഉടൻ വില കൂടും. 10 മുതൽ 20% വരെയാണ് താൽക്കാലികമായി കൂടുക. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഔഷധ നിർമ്മാണ വസ്തുക്കളായ പ്രോപ്പലിൻ, അമോണിയ, മെത്തനോൾ എന്നിവയുടെ വില കുതിക്കുന്നതാണ് കാരണം. പാരസെറ്റാമോളിന് പുറമെ അമോക്സിസിലിൻ, അസിത്രോമൈസിൻ, അംലോഡിപ്പിൻ, അറ്റോറോസ്റ്റാറ്റിൻ, ഡെക്സമെഥസോൺ, അസ്കോർബിക് ആസിഡ് തുടങ്ങിയ ഒട്ടധികം മരുന്നുകൾക്കാണ് വില ഉയരുക. നിർമ്മാണത്തിനുള്ള ഘടകങ്ങളുടെ വില യുദ്ധ സാഹചര്യത്തിൽ 200% വരെ കൂടിയതായാണ് നിർമ്മാതാക്കൾ പറയുന്നത്. ഇതിനു പുറമെയാണ് പാക്കിങ്ങിന്റെയും ഗതാഗതത്തിന്റെയും ചെലവുകളും. ദേശീയ ഔഷധവില നിയന്ത്രണ സമിതി, ഔഷധ വാണിജ്യ മന്ത്രാലയങ്ങൾ എന്നിവ തമ്മിലുള്ള ചർച്ച അവസാന ഘട്ടത്തിലാണ്. മരുന്നുവില നിയന്ത്രണ നിയമത്തിൽ താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നതിനായി ഇന്ത്യൻ ഡ്രഗ്സ് മാനുഫാക്ചറിംഗ് അസോസിയേഷൻ സർക്കാരുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സർക്കാർ തല കൂടിയാലോചന. സാഹചര്യമാകുമ്പോൾ തിരികെ നടപ്പാക്കാൻ കഴിയുന്ന വിധത്തിൽ ഒറ്റത്തവണ വില വർധനയാണ് ആലോചനയിൽ. അവശ്യ മരുന്നുകളുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പുവരുത്താൻ വില വർധന അനിവാര്യമായിരിക്കുകയാണെന്നാണ് സർക്കാർ വൃത്തങ്ങളുടെയും വിലയിരുത്തൽ. നിലവിൽ പട്ടികയിൽ ഉൾപ്പെട്ട 935 ഔഷധ മൂലകങ്ങളാണ് വില നിയന്ത്രണത്തിലുള്ളത്. പല ബ്രാൻഡുകളിലായി കണക്കാക്കുമ്പോൾ ഇവയുടെ എണ്ണം ആയിരക്കണക്കിനാകും. പാരസെറ്റാമോൾ എന്ന ഇനത്തിനു മാത്രം രാജ്യത്ത് ചുരുങ്ങിയത് 1200-ലധികം ദിവസവും മരുന്ന് കഴിക്കുന്നവരെ ഏറെ ദോഷകരമായി ബാധിക്കുന്നതാകും വില വർധന.